പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചന ചിന്തയ്ക്കായി 61 സങ്കീർത്തനം അതിന്റെ 4 വാക്യം. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. 61 സങ്കീർത്തനം അബ്ശാലോമിന്റെ കഠിന മത്സര പോരിന്റെ മുൻപിൽ സ്വന്തം വാസസ്ഥലം വിട്ട്, പ്രാണഭയത്തോടെ നാട് വിട്ട്, നഗ്നപാതനായി അനവധി മുട്ടുകൾ അനുഭവിച്ച് ഓടി മരുഭൂമിയിൽ ഉൾപ്പെട്ട മഹീനയും എന്ന സ്ഥലത്ത് പാർക്കുമ്പോൾ ചമച്ച സങ്കീർത്തനമെന്ന് ചിന്തിക്കുവാൻ കഴിയും. ഇതിന്റെ ചരിത്ര ഭാഗങ്ങളൊക്കെ 2 ശമൂവേൽ 15-17 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് ഇവിടെ 1 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തേണമേ. ദാവീദിന്റെ ജീവകാലത്ത് അനുഭവിച്ച സകല പോരുകളെക്കാളും കഠിനതരമായി വെല്ലുവിളിച്ചുള്ള ഒരു പോരാട്ടമായിരുന്നു താൻ താലോലിച്ച് വളർത്തിയെടുത്ത് വലുതാക്കിയ മകൻ കാട്ടിക്കൂട്ടിയത്. സ്വന്തം കൊട്ടാരവും ദേശവും വിട്ടോടി മരുഭൂമിയിൽ പാർത്ത ദാവീദ് ഭൂമിയുടെ അറ്റത്ത് എന്ന് പാർക്കുന്നത് പോലെയുള്ള പ്രതീതിയാണ് ഉളവായതെന്ന് സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ജീവകാലത്ത് ഇതുപോലെ ഹൃദയം ക്ഷീണിച്ചൊരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഏതുവിധ ക്ഷീണമായാലും മാറ്റിയെടുത്ത് സഹായിക്കുന്ന തന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിങ്കലേക്ക് കണ്ണുകളെ ഉയർത്തി നിലവിളിച്ചുകൊണ്ട് തന്റെ അവസ്ഥയെല്ലാം താൻ തുറന്നു പറയുന്നു. ജീവിതത്തിൽ നേടിയതെല്ലാം നഷ്ടമായപ്പം കൈവിട്ടുപോയ കൊട്ടാര നന്മയിലേക്ക് എന്നെ നടത്തണമേ എന്നല്ല താൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ ശൂന്യമായിരുന്ന സ്ഥാനത്ത് മനോഹരമായ കൊട്ടാരം മുതലുള്ള സകല നന്മകളും നൽകിയ യുഗങ്ങളുടെ പാറയായ അത്യുന്നതമായ ദൈവത്തിങ്കലേക്ക് നടന്നെടുക്കുവാനുള്ള ഒരു വലിയ വാഞ്ചയാണ് തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയതൊക്കെയും മടക്കി കിട്ടുവാനും ഏറിയ അളവിൽ ദൈവസന്നിധി പ്രയോജനപ്പെടുവാനും തനിക്കിടയായത്. ദാവീദ് രാജാവായി തീർന്നതിന് ശേഷമാണ് ദൂരദേശത്തേക്ക് പാർക്കേണ്ട ഈ അനുഭവം സാഹചര്യം തനിക്കുണ്ടാകുന്നത്. തന്റെ ഹൃദയം വളരെ ക്ഷീണിച്ച സമയമായിരുന്നെങ്കിലും ദൈവത്തിലുള്ള തന്റെ ആശ്രയം ഒട്ടും കുറഞ്ഞില്ല. ഹൃദയം ക്ഷീണിച്ച് ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണം. അത്യുന്നതമായ ഒരു പാറയെക്കുറിച്ച് ദാവീദ് നല്ല ഉറപ്പുണ്ടായിരുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ ഭക്തന്മാർ ആ പാറയുടെ വിള്ളലിൽ അഭയം പ്രാപിച്ചിരുന്നു. ആ അത്യുന്നതമായ പാറയിൽ നിൽക്കുന്ന ഒരുവന്റെ അടുക്കൽ ശത്രുവിന് കയറി ചെന്ന് ദോഷം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തെ സങ്കേതമായും ശത്രുവിന് നേരെ ഗോപുരമായും ദാവീദ് കണ്ടെത്തി. ദൈവം തന്റെ ഭക്തന്മാർക്ക് സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുക. ദാവീദ് എഴുതി, യഹോവ എന്റെ ശൈലമാണ്, എന്റെ കോട്ടയാണ്, എന്റെ രക്ഷകനാണ്, എന്റെ ദൈവമാണ്, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയാണ്, എന്റെ പരിചയാണ്, എന്റെ രക്ഷയായ കൊമ്പാണ്, എന്റെ ഗോപുരമാണ്. ദാവീദ് ദൈവത്തെ തന്റെ അഭയസ്ഥാനമായി കണ്ടിരുന്നു. ദൈവത്തിന്റെ കൂടാരത്തിൽ തനിക്ക് ഭദ്രത ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു ദാവീദ്. അനർത്ഥ ദിവസത്തിൽ ദൈവം തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുകയും തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുകയും ചെയ്തിട്ടുള്ള അനുഭവം ദാവീദിനുണ്ടായിരുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ് കൂടാരത്തിൽ പാർക്കുമ്പോൾ ഉണ്ടാകുന്നതെന്നുള്ള ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാണെന്ന് പറയുന്നുണ്ട്. വേട്ടക്കാരന്റെ കണിയിൽ നിന്ന്, നാശകരമായ മഹാമാരിയിൽ നിന്ന് ദൈവം അവർക്ക് വിടുതൽ നൽകുകയാ. ദൈവം തന്റെ തൂവൽ കൊണ്ട് അവരെ മറയ്ക്കുകയാ. അവന്റെ ചിറകിൻ കീഴിൽ അവർ ശരണം പ്രാപിക്കുകയാ. അവന്റെ വിശ്വസ്തത അവർക്ക് പരിചയം പലകയുമായിരിക്കുമെന്ന്. രാത്രിയിലെ ഭയത്തെയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ പേടിക്കുവാനില്ലെന്ന്. ഒരനർത്ഥവും അവർക്ക് ഭവിക്കയില്ലെന്ന്. ഒരു ബാധയും അവരുടെ കൂടാരത്തിനടുക്കയില്ലെന്ന്. അവരുടെ എല്ലാ വഴികളിലും അവരെ കാക്കേണ്ടതിന് ദൈവം അവരെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വിശ്വാസമാണ് ദാവീദിനെ വലിയ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തെ ആശ്രയിച്ച് നിൽപ്പാൻ ബലപ്പെടുത്തിയത്. ഹൃദയം ക്ഷീണിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ മനസ്സും അടുത്ത് നിരാശപ്പെട്ട് പിറുപിറുക്കുകയോ പിന്മാറുകയോ ചെയ്യേണ്ട കാര്യമില്ല. ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് ദൈവത്തിന്റെ കൂടാരത്തിൽ മറഞ്ഞിരുന്നാൽ മതി. ഒരു വേട്ടക്കാരനോ
നാശകരമായ മഹാമാരിക്കോ ദൈവമക്കൾക്ക് ദോഷം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ കൂടാരത്തിൽ നമുക്ക് ഭദ്രതയുണ്ട്. നമ്മുടെ നേരെ ഒരു വശത്തുകൂടെ വരുന്ന ആയിരങ്ങൾ കാണും, 10,000 കാണും. പക്ഷേ തേനീച്ച പോലെ ചുറ്റിവളയുന്നവർ, മുൾച്ചി പോലെ കെട്ടുപോകത്തക്ക രീതിയിൽ തന്നെ ശരണമാക്കുന്നവർക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് പ്രവർത്തിക്കും. ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ ഒരു ശത്രുവിനും ദൈവജനമേ സാധ്യമല്ല. ദാവീദ് 4-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നമ്മൾ ആ തിരുവചനം ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ, ദൈവം സങ്കേതമായിരിക്കുന്നവൻ യഹോവയുടെ ചിറകിൻ മറവിൽ ശരണപ്പെട്ടിരിക്കുക. അവർക്ക് ദൈവം കൂടാരമായിരിക്കുക. ഈ കൂടാരം നമുക്ക് വേണ്ടി ഒരിക്കലായി പൊളിക്കപ്പെട്ടു. എന്നിട്ട് നിത്യകൂടാരമായി സ്വർഗത്തിൽ വസിക്കുന്നു. തന്റെ ഭക്തന്മാർ വസിക്കേണ്ടതിന് നിരന്തരം അവരോടുകൂടെ അടച്ചിരിക്കുകയും ചെയ്യുക. ആ കൂടാരത്തിൽ വസിക്കുന്ന പ്രകാരമായിരിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ 15 രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഷ്കളങ്കതയോടെ നടക്കണം, നീതി പ്രവർത്തിക്കണം, ഹൃദയംഗമായി സത്യം സംസാരിക്കണം, കള്ളം പറയാതിരിക്കണം, കൂട്ടുകാരന് ദോഷം ചെയ്യരുത്, കൂട്ടുകാരന് അപമാനം വരുത്തരുത്, വഷളനെ നിന്ദിനായി എണ്ണി സ്വയം ജീവിതത്തെ സൂക്ഷിക്കണം, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം, ദൈവസന്നിധിയിലെടുത്ത സത്യം മരിച്ചാലും ലംഘിക്കരുത്, പലിശ വാങ്ങാത്തവരായിരിക്കണം. ദൈവജനമേ, ഈ പ്രഭാതത്തിൽ ഈ തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒരിക്കൽ കൂടെ പുനഃപരിശോധന ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.